കാഴ്ചയില്ലാതെ മുന്നിൽ ഇരുട്ട് മാത്രമാണെങ്കിലും ചുറ്റിലും പ്രകാശം പരത്തുകയാണ് കോട്ടയം കളത്തിപ്പടി സ്വദേശി റോസമ്മ സുഭാഷ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അന്യൻ്റെ ജീവനെടുക്കാൻ മടിയില്ലാത്തവർ നമുക്ക് ചുറ്റും വിളയാടുന്നതിൻ്റെ വാർത്തകൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തൻ്റെ ജീവനോപാധി മോഷ്ടിച്ച മോഷ്ടാവിനോട് ക്ഷമിച്ച റോസമ്മയുടെ വാക്കുകൾ പ്രകാശമായി പരക്കുന്നത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും പാഠമാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. ലോകത്തിന് മുമ്പിൽ ഞാൻ ദരിദ്രയാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ ഞാൻ സമ്പന്നയാണ്. റോസമ്മയുടെ വാക്കുകൾ ഉള്ളിലെരിയുന്ന നന്മയാണ്, പ്രകാശമെന്ന യാഥാർത്ഥ്യത്തെയാണ് വെളിവാക്കുന്നത്. കോട്ടയം KK റോഡിൽ കളത്തിപ്പടിക്ക് സമീപം ലോട്ടറി വിൽക്കുന്ന കാഴ്ച പരിമിതിയുള്ള റോസമ്മയെ കള്ളൻ പറ്റിച്ചിരുന്നത് കൂടുതൽ ലോട്ടറി എടുത്ത് എണ്ണം തെറ്റിച്ച് പറഞ്ഞും ടിക്കറ്റിൻ്റെ യഥാർത്ഥ വില നൽകാതെയുമായിരുന്നു. താൻ കബളിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലായതോടെയാണ് റോസമ്മ കള്ളനെ പിടികൂടാൻ വഴി തേടിയത്. TV-യിൽ സീരിയൽ കേട്ട് ആസ്വദിക്കുന്ന റോസമ്മ സീരിയലിൽ പെൻ ക്യാമറയെക്കുറിച്ച് പറയുന്നത് കേട്ടാണ് കള്ളനെ കൊടുക്കുവാനുള്ള കെണിയൊരുക്കിയത്. സുഹൃത്തിൻ്റെ സഹായത്തോടെ ഓൺലൈനായി പെൻ ക്യാമറ വാങ്ങി പ്രവർത്തനം പഠിച്ചു. 1 മാസമായി ഇത് വസ്ത്രത്തിൽ ധരിച്ചായിരുന്നു ലോട്ടറി വിൽപ്പന. ദിവസവും മറ്റാരുടെയെങ്കിലും സഹായത്തോടെ ദൃശ്യങ്ങൾ പരിശോധിക്കും. അപ്പോഴാണ് 3 പേർ പല ദിവസങ്ങളിലായി തന്നെ പറ്റിച്ചെന്ന് മനസ്സിലായത്. പിന്നീട് ഇതിൽ 2 പേർ ടിക്കറ്റ് വാങ്ങാൻ വന്നപ്പോൾ റോസമ്മ കൈയോടെ പിടികൂടി. പോലീസിനോട് പറയരുതെന്നും ക്ഷമിക്കണമെന്നും അവർ പറഞ്ഞു. തെറ്റ് സമ്മതിച്ചതിനാൽ അവരോട് ക്ഷമിച്ചതായും കേസിന് പോകുന്നില്ലെന്നും പറഞ്ഞാണ് റോസമ്മ അവരെ പറഞ്ഞു വിട്ടത്. ഇത്രമാത്രം ജീവിതഭാരം പേർന്ന 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ കബളിപ്പിച്ച് ലോട്ടറി മോഷ്ടിച്ചവരുടെ മാനസികാവസ്ഥയും സമൂഹം ചർച്ച ചെയ്യണം. കത്തുന്ന വെയിലിലും പൊരിയുന്ന ചൂടിലും അവർ ലോട്ടറി വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് അരവയർ നിറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. ആരുടെയെങ്കിലും ഔദാര്യം പറ്റിയോ സംഭാവന നേടിയോ ജീവിക്കുന്നതിലും എത്ര അന്തസ്സുണ്ട് ലോട്ടറി വിൽപ്പന എന്ന തൊഴിൽ ചെയ്തുള്ള ജീവിക്കാനുള്ള അവരുടെ മനോഭാവത്തിന്. കണ്ണും കാഴ്ചയുമുള്ള കള്ളന് കാണാൻ കഴിയാത്തതാണ് റോസമ്മയുടെ കരുത്തുറ്റ മനസ്സ്. തീർത്തും മനുഷ്യത്വരഹിതമായ പ്രവൃത്തി ചെയ്ത മോഷ്ടാവിനെ കൊടുക്കാൻ റോസമ്മയെ പ്രേരിപ്പിച്ചതും ആ സ്ത്രീ മനസ്സിൻ്റെ കാമ്പും കനലുമാണ്. പൊതുസമൂഹത്തിന് പഠിക്കാൻ വലിയൊരു പാഠമാണ് റോസമ്മ തുറന്നു വയ്ക്കുന്നത്. നാം കേൾക്കുന്നതും അറിയുന്നതും വിശ്വസിക്കുന്നതുമായ നന്മയുടെ വചസ്സുകൾ ഏത് ജീവിത സാഹചര്യത്തിലൂടെയും പ്രാവർത്തികമാക്കാൻ കഴിയുന്നിടത്താണ് നന്മയുടെ നീർച്ചാലുകൾ പൊട്ടിയൊഴുകുന്നത്. ഏതു വിധേനയും സമ്പത്തുണ്ടാക്കി ആർഭാട ജീവിതത്തിന് വ്യഗ്രത കാട്ടുന്ന സമൂഹത്തിൽ റോസമ്മയുടെ വാക്കുകൾ ഇരുതല വാൾ പോലെ മൂർച്ചേറിയതാണ്. ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ആദർശനിഷ്ഠയും സമ്പത്തിൻ്റെ ധാരാളിത്വത്തിൽ കൈവരുന്നതല്ലെന്ന യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനവും റോസമ്മയുടെ വാക്കുകളിലുണ്ട്. ആ ധാർമ്മികതയും അനീതിയും പ്രവർത്തിക്കുന്നവരുടെ മുഴക്കങ്ങളാണ് പലപ്പോഴും സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അവർക്ക് ലൈക്കടിക്കാൻ നീണ്ട നിര തന്നെ ഉണ്ടാകും. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും സത്യസന്ധതയ്ക്കും മൂല്യബോധത്തിനും വില കൽപ്പിക്കുന്നവർ നമുക്ക് ചുറ്റും നിരവധിയുണ്ട്. എന്നാൽ പലപ്പോഴും അവരുടെ സ്വരം നേർത്തതും ദുർബലവുമായിരിക്കും. അതിന് കേൾവിക്കാരും കുറഞ്ഞിരിക്കും. അതൊന്നും കാര്യമാക്കാതെ ധാർമ്മികതയിലും വിശ്വാസ മൂല്യങ്ങളുടെ പിൻബലത്തിലും ജീവിതത്തിന് അടിത്തറ പണിയുന്നവർക്ക് മനോബലം നൽകുന്നതാണ് റോസമ്മയുടെ ദൃഢതയാർന്ന ചിന്തയും കാഴ്ചപ്പാടും. സമൂഹമേ, നീ റോസമ്മയുടെ കരുത്തുള്ള, സഹാനുഭൂതിയുള്ള, നിശ്ചയദാർഢ്യമുള്ള ആ മനസ്സിന് മുന്നിൽ തലകുനിക്കണം. അവരുടെ ദൈവവിശ്വാസം ഏത് വിശുദ്ധനെയും മറികടക്കുന്നതാണ്. അവരാണ് ക്രൈസ്തവ സമൂഹത്തിന് മാതൃക. ചിന്തിക്കുക.